ദേഷ്യം വരും. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ശ്വാസം വിടാൻ നേരം മനുഷ്യനെ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം എല്ലായിടത്തും മഴയും കാര്യങ്ങളൊക്കെയാണ്. എല്ലാവരും സേഫായിട്ടിരിക്കുക. മഴക്കാലം തുടങ്ങി കേട്ടോ. നമ്മുടെ ഇവിടെ 2 ദിവസമായിട്ട് മഴയാണ്. മഴയത്തുള്ള യാത്രകളും കാര്യങ്ങളെല്ലാം കൂടുതലും ഒഴിവാക്കുക. ഹൈ റേഞ്ച് ഇപ്പം വാഗമണിലൊക്കെ ഏറ്റവും കൂടുതൽ വിസിറ്റേഴ്സ് വരുന്ന ടൈമാണ്. എന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഈ മഞ്ഞും പച്ചപ്പും ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ മലയുടെ ഇടയ്ക്കൂടെ മഞ്ഞിങ്ങനെ പോകുന്ന കാണാനൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആൾക്കാരാണ് ഈ നാട്ടിൻപുറത്തൊക്കെ ഉള്ളവർ. അപ്പോൾ അവരൊക്കെ ഇത് കാണാൻ വന്നിട്ട് പെട്ടുപോകുന്നുണ്ട്. മഞ്ഞ് കാരണം വണ്ടി കൊണ്ട് റോഡിൽ കൂടെ പോകാൻ പറ്റാതെയും. ഇങ്ങനെ എൻ്റെ കൂട്ടുകാരൻ വന്നിട്ട് അവർ രാവിലെ വന്നിട്ട് തിരിച്ചിറങ്ങിപ്പോയാൽ 3-4 മണിക്കൂറും ഉണ്ടാവും. 1 മണിക്കൂർ മതി തിരിച്ച് ഈരാറ്റുപേട്ട വരെ ചെല്ലാൻ വേണ്ടി. പക്ഷെ 3 മണിക്കൂറും കൊണ്ട് ഇറങ്ങി ചെന്നത്. അപ്പം അറിയത്തില്ലാത്ത വഴിയുള്ള യാത്രകളും കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക. പിന്നെ ഈ ഹൈ റേഞ്ചിൽ കയറി കഴിഞ്ഞാൽ മണ്ണിടിച്ചിലും കാര്യങ്ങളെല്ലാം ഉണ്ട്. എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സേഫ്റ്റിക്കും നമ്മുടെ ഒരു സമാധാനത്തിനും വേണ്ടി കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയെന്ന് അറിയുമ്പം നമുക്ക് ഭയങ്കര സങ്കടമാണ്. ഞാനാണെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ വയനാട് പോയപ്പോഴേ ഒന്ന് വിവേകിന് വീട്ടിൽ പോയില്ലേ, ഒന്ന് മറ്റേ ഒരു ഞങ്ങളിപ്പുറം നിന്നിട്ട് അങ്ങനെ നോക്കി മറ്റേ ചൂരൽമലയില്ലേ, അത് ഇടിഞ്ഞതിൻ്റെയൊക്കെ ചുമ്മാ ഇങ്ങനെ എന്തോ ഒരു ചുവപ്പ് കളർ ഇങ്ങനെ എന്തോ ഒഴുകിപ്പോയേക്കുന്നത് കാണാൻ പറ്റും നമുക്ക്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹം അവിടെ ഒന്ന് പോകണമെന്ന് കേട്ടോ. അപ്പം എന്നെ അമ്മേനെയൊക്കെ കൂട്ടി ഒരു ദിവസം പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പം ഒന്ന് കാണാൻ വേണ്ടി. അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പുഴയിലൊന്നും മീൻ പിടിക്കാനോ കാര്യത്തിനൊന്നും പോകാതിരിക്കുക. കുഞ്ഞു പിള്ളേരോട് പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ മിക്കയിടത്തും മുങ്ങി മരിച്ചു അങ്ങനെ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്. നമ്മുടെ ഇവിടെ ഈയിടെ ഒരു പയ്യൻ മരിച്ചില്ലേ. അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ഇതൊരു ഹാപ്പി വീഡിയോ ആണ്. ലൈക്ക് അടിച്ചിട്ട് കാണാം. നേരെ നമുക്ക് വീഡിയോ കിട്ടുക. ഒന്നും ആയോ? സമയം 12:36. 1 മണിയാകുമ്പോൾ കറക്റ്റ് കൊറിയർ കൊണ്ട് ചെന്ന് കഴിഞ്ഞാലേ പോസ്റ്റ് ഓഫീസിൽ ഇരിക്കുന്ന ചേച്ചിക്ക് ഇത്തിരി ദേഷ്യം വരും. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ശ്വാസം വിടാൻ നേരം മനുഷ്യനെ സമയം കൊടുക്കണം. ഈ വീട്ടിൽ അത് എനിക്ക് തരുന്നില്ലെന്ന് എനിക്കൊരു പരാതി ഉണ്ട് കേട്ടോ. എന്നാന്ന് ചോദിച്ചാൽ രാവിലെ നമുക്കിന്ന് പണിയാനായിട്ട് 2 ചേട്ടന്മാർ വന്നിട്ടുണ്ട്. കുറേ ദിവസം കൂടി കിട്ടിയതാ. അതെ, കുറേ ദിവസം കൂടി കിട്ടിയതാണ്. ഒന്നാമത്തെ കാര്യം നമുക്ക് ഇവിടെ പണിക്കാരെ കിട്ടാൻ വളരെ പാടാണ്. അപ്പം രാവിലെ പോയിട്ടെ മറ്റേ ഈ പായിപ്പാടില്ലേ, എല്ലാവർക്കും അറിയാമെന്നു പായിപ്പാട്, തിരുവല്ല പായിപ്പാട്. ഈ ബംഗാളികൾ രാവിലെ കടയുടെ ഫ്രണ്ടിൽ വന്നിരിക്കും. അപ്പം ചേട്ടന്മാർ വന്ന് മറ്റേ പൈസ പറഞ്ഞിങ്ങനെ മേടിച്ചോണ്ട് പോകുമല്ലേ ഓരോ സാധനങ്ങൾ, അതുപോലെ വണ്ടിയെ പറക്കിയിട്ട് പോകും. അതുപോലെ പപ്പ ഒരാഴ്ചയായിട്ട് തപ്പി നിന്ന് 2 ചേട്ടന്മാരെ രാവിലെ ഈ വണ്ടിയെ വലിച്ചു കയറ്റിക്കൊണ്ട് വന്നതാണ്. അന്നേരം അവർക്ക് നമുക്ക് ചിലവ് കൊടുക്കണമായിരുന്നു ഇന്ന്. അന്നേരം അതിൻ്റെ പണികളും കാര്യങ്ങളും ആയിരുന്നു. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും പണിക്കാരും കൂടെ വരുമ്പോൾ അവർക്ക് ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒട്ടും സമയം കിട്ടിയത്. നല്ല പണിക്കാർ ചേട്ടന്മാരെ കേട്ടോ. അവരെ 2 ദിവസം പറഞ്ഞിട്ട് കുട്ടാച്ചേട്ടാ വരാന്ന് പറഞ്ഞിട്ട് ഇന്ന് വന്നതാണ്. ഇനി അടുത്ത മഴ അങ്ങോട്ട് വരുന്നതിന് മുമ്പേ എല്ലാം ചെയ്ത് കേൾക്കാമെന്ന് ഓർത്തോണ്ടാണ്. എന്നാലും ഞാൻ മീൻകറി അടുപ്പേ വെച്ചേക്കുവാണ്. അത് വാങ്ങി വെച്ചിട്ട് വേണം എനിക്ക് സിറ്റിക്ക് പോകാനായിട്ട്. കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് സിറ്റിയിൽ ചെന്നിട്ട്. അല്ലെങ്കിൽ പിന്നെ തന്നെ ശ്രീകുട്ടനെ പപ്പയെ തന്നെ പറഞ്ഞു വിട്ടേനെ. കുറേ കാര്യങ്ങൾ എൻ്റേതായ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഞാനും കൂടെ പോകാമെന്ന് വെച്ചത്. അപ്പോൾ നമുക്കിന്ന് കുറച്ച് കൊറിയർ അയക്കാനുണ്ട്. ഇതുണ്ടോ, ഇതെല്ലാം നമുക്ക് അയക്കാനുള്ളതാണ്. മഹാരാഷ്ട്രയും ബാംഗ്ലൂരും ഡൽഹിയും പിന്നെ എറണാകുളം ഉണ്ട്, പടുതലയുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ കൂടെ ചെടി അയക്കാനുള്ളത്. ചെടി നമ്മൾ നാളെ അയക്കണുള്ളൂ. ഇന്ന് നമ്മൾ പറിച്ചില്ല. എന്താണെന്ന് വെച്ചാൽ പപ്പായ്ക്ക് സമയം കിട്ടുന്നില്ല, അതുകൊണ്ടാണ് പറിക്കാത്തത്. നാളെ നമ്മൾ അയക്കുന്നതായിരിക്കും. എന്നാ 2 ദിവസം കൊണ്ട് ആ ചേട്ടന്മാരുടെ പണിയൊക്കെ തീർത്തിട്ട് ഇനിയിപ്പം നമ്മൾ ചെടികളൊക്കെ പറിച്ചയക്കുന്നുള്ളൂ. ചെറിയ വെയിലൊക്കെ വരുന്നുണ്ട്. അതെ, വെയിൽ വരട്ടെ. ഇപ്പം ഇത്രയും നേരം മഴയായിരുന്നു. മഴ പെയ്യുന്നതുകൊണ്ട് വേറൊരു ഗുണമുണ്ട് കേട്ടോ. എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് വെള്ളത്തിന് ക്ഷാമമായിരുന്നു. അത് മാറി കൂട്ടാനൊക്കെ വെള്ളം കിട്ടുന്നുണ്ട്. അതൊരാശ്വാസമാണ്. അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് വെള്ളം മേടിക്കണ്ടേ. പോയാലോ. ഇതെല്ലാം കുടംപുളിയും വാളംപുളിയും കേട്ടോ. കുടംപുളി, വാളംപുളി, മഞ്ഞപ്പൊടിയൊക്കെയാണ്. ഈ ഒരു പെട്ടിക്കകത്തുണ്ടല്ലോ നമ്മുടെ ഉണക്കപ്പാവയ്ക്കായും കാന്താരിയും മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരാൾ ഓർഡർ ചെയ്താണ്. പിന്നെ നല്ല അടിപൊളി ഏലക്കൊക്കെ വന്നിട്ടുണ്ട്. അതെല്ലാം ആ വലിയ പെട്ടിക്കകത്തുണ്ട്. അപ്പം നമ്മുടെ ശ്രീകുട്ടനെ കാണാൻ ആരൊക്കെയാണ് വന്നേക്കുന്നതെന്ന് കണ്ടോ. ഉഷയപ്പച്ചി വന്നിട്ടുണ്ട്. ഹായ് ഉഷയപ്പച്ചി. ഒത്തിരി നാളായി നമ്മുടെ വീഡിയോ കണ്ടിട്ടല്ലേ. ഒത്തിരി നാളായി. ആശുപത്രിയിലെ ശ്രീകുട്ടനെയും കൊണ്ട് മോളമ്മ കിടന്ന സമയത്ത് ഉഷയപ്പച്ചി ഇവിടെ വന്നായിരുന്നു. ഞാനും രാധമയും മാത്രമേ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ മാവന്റെ കല്യാണം ഉണ്ടായിരുന്നു. അതെല്ലാം കൂടിയിട്ട് ഞങ്ങൾ വന്നതാണ്. ശ്രീകുട്ടനെ കണ്ടു അല്ലേ. കുട്ടൻ രാവിലെ പറഞ്ഞിട്ടാ പോയത് ഇന്ന് കല്യാണം ആയതുകൊണ്ട് പെങ്ങന്മാരെല്ലാം വരുമെന്ന്. നമ്മുടെ മോളൂട്ടിയുണ്ട്,
മോളുട്ടിയുടെ ഡാൻസൊക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അടിപൊളിയാണ്. തമ്പുരുക്കുട്ടിയുണ്ട്. തമ്പുരുക്കുട്ടി എന്നെ പുറയിലോട്ട് മാറി നിൽക്കണേ. ഒരു ഹായ് പറഞ്ഞേ. ഒരു ഹായ് പറഞ്ഞേ. മടിയാ, ചിരി മാത്രമേ ഉള്ളൂ. വലിയ പൊട്ടുമൊക്കെ തൊട്ട് സുന്ദരിയായിട്ടാ ഇന്ന് നമ്മുടെ തമ്പുരുക്കുട്ടി വന്ന കേട്ടോ. തുറക്കുമ്പോഴാണ് പരിപാടി. കേക്കോ സമയത്ത് പോവോ രാവിലെ ഒരു നല്ല കൂത്തായിരിക്കും. ഉറക്കെഴുന്നേറ്റിട്ടാ പോകാൻ. 8:30 വണ്ടിയും വരും. കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും? കല്യാണം നല്ല കല്യാണമായിരുന്നു. എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു. നല്ല ലളിതമായ ഒരു ചെറിയ കല്യാണം. വലിയ കുഴപ്പമില്ലായിരുന്നു. നല്ല വെയിലായിരുന്നു, മഴയില്ലായിരുന്നു. SNDP ഹാളില് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാരെയും കാണാൻ പറ്റി. പിന്നെ കുറെ ആൾക്കാരൊക്കെ നമ്മളെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ശ്രീകുട്ടനെ കാണാനായിട്ട് വരാനായിട്ട് കുറെ പേര് പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും ഞങ്ങളൊക്കെ ആദ്യം ഇരുന്ന് കഴിച്ചു പോന്നു. നല്ലൊരു പെങ്കൊച്ചു. അല്ലേ? ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. 6 ഏക്കർ എന്ന് പറയുന്ന സ്ഥലത്താണ് പെണ്ണിന്റെ പെങ്കൊച്ചിന്റെ വീട്. ആറിനക്കര തന്നെ ഉരുവന്നത്തി വെച്ചായിരുന്നു കല്യാണം. എനിക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. ശ്രീകുട്ടന് ഇവിടെ ഉള്ളതുകൊണ്ട് അവനെ ഇട്ടിട്ട് പോകാൻ പറ്റിയല്ലോ. നല്ല പായസമായിരുന്നോ? നല്ല പായസം. കുട്ടന് പായസം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു മോളുകുട്ടി പായസം? എല്ലാം നല്ല അതല്ലേ. ഞാൻ കഴിക്കാത്തതുകൊണ്ട് എനിക്ക് അതേപറ്റി അറിയത്തില്ലല്ലോ. അന്നേരം വിലക്കല്ലായിരുന്നോ? മാളക്കുട്ടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി നേരം അവളെ നിർത്തി ഞാൻ വർത്താനം പറയല. എന്നാ അവളെ ഈ ചെടി എല്ലാം എടുത്തോണ്ട് അതുകൊണ്ട് കൂടുതൽ വർത്താനം പറയുന്നത്. 2000 രൂപയുടെ ചെടി പറഞ്ഞോ? 1500 രൂപ വന്നിട്ട് കൊണ്ടോക്കോളാം. ഇതൊരു വേറൊരു വെറൈറ്റി ആയി. ഇതുപോലത്തെ അല്ലല്ലോ ഇത്. ഇതൊരു ആന്റി തന്നായി അയച്ചു തന്നു. ഇത് കണ്ടോ? വെള്ളം നോക്ക്. തമ്പുരുക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടോ നമ്മുടെ പൂക്കളെ? നല്ല സെറ്റപ്പാ അല്ലേ? നമ്മളിതെല്ലാം പുറയിലോട്ട് കൊണ്ടുവച്ചേക്കുമായിരുന്നു. കഴിഞ്ഞ ദിവസം ഇതെല്ലാം പറക്കി ഇങ്ങോട്ട് കൊണ്ടുവച്ചേ. കൊടുത്ത ഒരു ചേച്ചിക്ക് പെരവണി കഴിഞ്ഞിട്ട് വീട് മിറ്റം വെക്കാനുള്ള ചെടികൾ മാത്രം ചട്ടിയില് കാരണം ഇതിങ്ങനെ നിൽക്കുമ്പോണ്ടല്ലോ നല്ല രസമായത്. ഇതല്ലേ ഇവിടെ വെച്ചിരുന്ന പണ്ട്. അപ്പൊ 2000 രൂപ പറഞ്ഞാലും പൈസ നോക്കാതെ ചെടി മേടിച്ചിട്ട് ആ ചെടി എടുത്ത് അച്ഛനെ കൊണ്ട് കൊടുക്കും. നമ്മുടെ ഡെയ്സി പ്ലാന്റ് ഒരെണ്ണം മോളോട്ടിക്ക് വേണമെന്ന് പറഞ്ഞു. അതൊരെണ്ണം തൈ പറിച്ചെടുക്കുക കേട്ടോ. തമ്പുര് പോയി നോക്കി നിൽക്കുക, എങ്ങനെയാ ചെയ്യുന്നത്, എങ്ങനെയാ പറിക്കുന്നതെന്നൊക്കെ കൊച്ചു നോക്കി നിൽക്കുക. മണ്ണോട് കൂട്ടി പറിച്ചെടുത്തു. മണ്ണോട് കൂടി പറിച്ചെടുത്ത് വെച്ചു. $1500 വേണ്ട, 1200. അല്ലേ? അയ്യോ, ഇതെല്ലാം കൂടെ എവിടെ കയറ്റി വെക്കുന്നടാ? പറയുന്നില്ലേ ഇവിടെ ഈ പൂത്ത കാശുണ്ട്. മോളൂട്ടി വന്ന് ജിഷൻ കാറും എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയി കേട്ടോ. നമ്മുടെ ടൂട്ടാപ്പി വന്നിട്ടുണ്ട് ശ്രീകുട്ടനെ കാണാനായിട്ട്. അവ ഹോസ്പിറ്റലിലും വന്നായിരുന്നു കേട്ടോ. ഹോസ്പിറ്റലിലും വന്നിട്ട് ഇപ്പം ഇന്നേ ഒരു ദിവസം ലീവ് കിട്ടി. വാടാ കയറി എന്നെ എടുക്കല്ലേന്ന് പറഞ്ഞിട്ട് ഓട്ടോടെ പുറകെ പമ്മി നിൽക്കുക കേട്ടോ. ആണോ തമ്പുരുക്കുട്ടി? ടാറ്റാ. ചെരുപ്പൊന്നും കാലം ഇടാതെ കൈ പിടിച്ചോണ്ടാ പോകുന്ന കേട്ടോ. ശ്രീകുട്ടനെ കാണാൻ വന്ന എല്ലാരും കൂടെ. ഇങ്ങനെ ശ്രീകുട്ടനെ കാണാൻ ഉഷ ചേച്ചി മോളും ഭർത്താവും കുഞ്ഞും കൂടെ വന്നതാണ്. അവർ വന്നിട്ട് പോയി. അന്നേരം മോനുവിൻ്റെ കൂട്ടുകാരൻ അവൻ എന്നോട് വീഡിയോ എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞ കേട്ടോ. പാവമാണേ. ചേട്ടായെ കാണാൻ ആഴ്ച ഒരു ദിവസം വരും. അപ്പം കുട്ടേട്ടൻ്റെ പെങ്ങളും അളിയനും മക്കളും കേട്ടോ. ശ്രീകുട്ടനെ കാണാൻ എല്ലാവരും കൂടെ കയറി വന്നതാണ്. അപ്പൊ ഇവിടെ താമസിക്കുന്നത് ഇവിടെ നിന്ന് എന്നെ കിട്ടുക. അപ്പൊ ഇവര് കല്യാണത്തിന് വന്നതാക്കരെ അമ്മാവന്റെ മകന്റെ
ഇത് എൻ്റെ പെങ്ങളാകട്ടോ. പെങ്ങൾ എന്ന് പറഞ്ഞാൽ അമ്മയുടെ അനിയത്തിയുടെ മകളാണ്. ഇവിടെ താമസിക്കുന്നത് കോട്ടയം പള്ളിക്കത്തോട്. ഇത് അളിയനാണ്. ഇത് മകൻ അനന്തു. ഇത് ഐശ്വര്യ കൊച്ചാണ് അല്ലേ? നമ്മളെ ഈ ഉപ്പാറ കിടക്കുന്ന നമ്മൾ ഈ ചുറ്റുവട്ടത്തുള്ള കറങ്ങിച്ചേക്കല്ലോ. നമ്മളങ്ങനെ പോയാലും ചങ്ങനാശ്ശേരി നേരെ പോകുന്നുണ്ട്. ഇവിടേക്ക് ഒന്നും പോക്കും കാര്യങ്ങളൊന്നും. ഇവരെ ഇച്ചിരി ഉള്ളിലേക്ക് കയറി, ഉള്ളിലേക്കല്ല, നമ്മുടെ കിടങ്ങൂരിൽ നിന്ന് 5 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷെ നമ്മൾ ആ റൂട്ടിനൊന്നും യാത്ര ചെയ്യും. കൊടുങ്ങൂരിൽ നമ്മളങ്ങനെ ആ വഴിക്കൊന്നും യാത്രയില്ലാത്തത് കൊണ്ടാണ്. പിന്നെ ഇതുപോലുള്ള കല്യാണങ്ങളൊക്കെ വരുമ്പോഴാണ് ഇവരെ ഒന്ന് ഇടയ്ക്ക് കണ്ടു കിട്ടുന്നത്. ഇന്നിപ്പം മോന് വയ്യെന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ ഓടിപ്പാഞ്ഞ് വന്നു. വഴിയനെയും ഒക്കെ കൂട്ടി അവിടെ വന്നു കണ്ടു. എന്തായാലും അത് വളരെ കാലം കൂടി നമ്മൾ കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷമേ ഒരു ഭയങ്കരം തന്നെയാണ്. അപ്പൊ ഇനി ഇടയ്ക്ക് നമ്മൾ അവിടെയൊക്കെ ഒന്ന് പോവുകയും എല്ലാവരും കൂടെ വരിക. ആങ്ങളച്ചാരെ കണ്ടതിന്റെ സന്തോഷം സുമയുടെ മുഖത്ത് തെളിഞ്ഞു നിൽപ്പുണ്ട്. നമ്മുടെ കൊച്ചച്ഛൻ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. കൊച്ചച്ഛനെയും കൂട്ടിയാ വന്നത്. കൊച്ചച്ഛൻ കല്യാണം കഴിഞ്ഞ് കടയൊക്കെ തുറക്കാനുള്ള തിരക്കിലാണ്. ഞങ്ങൾ അങ്ങ് ദൂരം പോകാനുള്ള തിരക്കിലാണ്. 2.5 മണിക്കൂർ വേണം അല്ലേ? അത് ശരി. കിടങ്ങൂര് ഇപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രാവിലെ മോളമ്മ തിരക്കിലാണ്. പാത്രം എല്ലാം തുടച്ചിറക്കി സ്റ്റൗ ഒക്കെ ക്ലീൻ ആക്കി വെക്കുവാണോ? ചായ തിളച്ചു വീണ് ഗ്യാസിലേ ചായ ഇച്ചിരി തിളച്ചു വീണായിരുന്നു. അത് ഞാനെന്നാ എല്ലാം ഒന്ന് കഴുകി പറക്കിയൊക്കെ ഇട്ടേക്കാന്നൊക്കെ ഓർത്തോണ്ടായിരുന്നു. ചായ എടുത്താ വെച്ചിട്ട് പപ്പ വിളിച്ചെടുത്ത് വർത്താനം പറയാനായിട്ട് ഓടിപ്പോയതാ. അന്നേരം ഇതിന്റെ ഇടയ്ക്കൂടെ എല്ലാം ചാടിയിട്ടേ കുറച്ചുമ്പോ പുട്ട് വെച്ചിട്ട് പോയിട്ട് ഞാൻ വെള്ളം കുടിക്കാൻ ഞാനാ നിർത്തിയത്. ഞാൻ ആവി പറഞ്ഞുകൊണ്ട് നോക്കിണ്ടിരിക്കുക. അതെന്നാന്ന് ചോദിച്ചാ നമുക്ക് ഇപ്പൊ ശ്രീകുട്ടനെ കാണാനായിട്ട് നമ്മുടെ അയലോകത്തുള്ള ചേച്ചിമാരൊക്കെ കയറി വരും. പ്രാർത്ഥന ഉള്ളവരും അയലോകത്തുള്ളവരും ഒക്കെ കയറി വരും. അന്നേരം മോളമ്മേന്ന് വിളിച്ചോണ്ടല്ലേ വരുന്നത്. വരുമ്പം എൻ്റെ അടുപ്പ് വെക്കുവാണെങ്കിൽ ഞാൻ പെട്ടെന്ന് തീച്ചിരി കുറച്ച് വെച്ചിട്ട് ഓടി തിണ്ടയിലോട്ട് ചെല്ലും. അന്നേരം അവരുമായിട്ട് വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പം ഇത് തിളച്ച് ഓടി പോകും. അതാ പ്രശ്നം. പപ്പ രാവിലെ തിരക്കാണ്. ഇന്ന് 2 ചേട്ടന്മാർ പണിയാണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പണി ഇനിയിപ്പോൾ മഴക്കാലം കഴിഞ്ഞിട്ട് ബാക്കി പണികളൊക്കെ ഉള്ളൂ. എന്നാലും കുറച്ച് വെള്ളം ഒഴുകുന്നൊക്കെയാണ്. മഴ ഷീറ്റിൽ നിന്ന് വരുന്ന വെള്ളം ഒഴുകി പോകുന്നതൊക്കെ അതൊന്ന് കെട്ടിത്തിരിക്കണമായിരുന്നു കോമ്പൗണ്ടേ. അപ്പം അതിന് വേണ്ടി ഒരു ചേട്ടൻ കട്ട വെച്ച് കെട്ടിത്തിരിച്ചുകൊണ്ടിരിക്കണു. പപ്പ ആണെങ്കിൽ നമ്മുടെ മുയലും കൂടെ അല്ല അപ്പുറത്ത് ഒരു പറമ്പിൽ കൊണ്ടിട്ടേക്കുമായിരുന്നു കേട്ടോ. അപ്പം 2 മുയലാണെങ്കിൽ പ്രസവിച്ചിട്ട് 8-9 വെച്ച് കുഞ്ഞുങ്ങളുണ്ട്. അപ്പം അതുങ്ങളെല്ലാം പറമ്പിൽ മഴയല്ലേ, ഇനി മഴ വരുമ്പോൾ നനയാതൊക്കെ നോക്കിയില്ല കുഞ്ഞുങ്ങളെല്ലാം ചത്തുപോകും. അപ്പം പപ്പ ആ കൂടൊക്കെ എടുത്തു വെച്ച് എല്ലാം സംരക്ഷിക്കാനുള്ള പരിപാടിയിൽ ഒരു ചേട്ടനുണ്ട് കേട്ടോ. തന്നെയല്ലേ നമുക്ക് പണിയാനായിട്ട് ആള് വരുമ്പോഴല്ലേ ഒന്ന് പിടിച്ചു വെക്കാനൊക്കെ ആളുള്ളൂ. അപ്പൊ നിനക്കും കൂടെ വയ്യാതിരിക്കുന്നോണ്ട് പപ്പായ്ക്കും എനിക്കും കൂടെ തന്നെ പിടിച്ചാൽ ചിലപ്പോൾ പൊങ്ങിയല്ല. മഴ പെയ്തിരിക്കുന്നോണ്ട് നനഞ്ഞു കഴിഞ്ഞാൽ കൂടിനൊക്കെ ഭയങ്കര വെയിറ്റാ. അന്നേരം അതൊന്ന് പിടിച്ചു വെക്കണം. പിന്നെ നമ്മുടെ പൊന്നു വിളിക്കുന്നുണ്ടോ? പൊന്നിന്റെ വീഡിയോ ഒന്നും ഇല്ലെന്ന് എല്ലാവരും പറയാനുണ്ട്. പൊന്നിന് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ അളിയനാണേലും അളിയന് ഈയിടെ 2 ദിവസം ഓഫ് ഉണ്ടായിരുന്നു. അപ്പം അവൾക്ക് ഡ്യൂട്ടിയുള്ള സമയത്ത് അളിയനാണ് കുക്ക് ചെയ്യണേ. മിനിങ്ങാന്ന് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ പാത്രം കഴുകുവാന്ന് പറഞ്ഞു. എന്തോ മേടിച്ചപ്പോൾ കിട്ടിയതാന്ന് തോന്നുന്നു. ഹോർലിക്സോ? ചെറിയ പാക്കറ്റില്ലേ. നമ്മളിവിടെ ബൂസ്റ്റ് ആയിരുന്നു മേടിച്ചോണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒരു ചുവ എനിക്ക് വലിയ പ്രിയമൊന്നുമില്ല. ബൂസ്റ്റ് നല്ലല്ലേ? ബൂസ്റ്റ് ഉണ്ടെങ്കിൽ ഞാനങ്ങനെ കുടിയൊന്നുമില്ല കേട്ടോ. എനിക്ക് ഒരുമാതിരിപ്പെട്ട സാധനങ്ങളൊന്നും ഇഷ്ടപ്പെടില്ല. ഇവിടെ പപ്പായാണ് ബൂസ്റ്റിന്റെ ആള്. ബൂസ്റ്റിന്റെ ആള് പപ്പായ്ക്ക് വലിയ ഇഷ്ടമാണ്. ചായ സാധാരണ ഒരു ഗ്ലാസ് ചായ എടുത്താൽ 1 സ്പൂൺ ബൂസ്റ്റ് ഒക്കെ ഇട്ടാ ഇവിടെ പിള്ളേർക്ക് ഞാൻ കൊടുക്കുന്നത്. പപ്പ ഇങ്ങോട്ട് വന്നിട്ട് 2 സ്പൂണൊക്കെ എടുത്തിട്ട് കലക്കി. മോന് ബൂസ്റ്റ് ഇട്ടില്ലെന്ന് ചോദിക്കും. മോന്റെ ബൂസ്റ്റ് തീർന്നു പോയെന്ന് ചോദിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇത് ഇല്ലാതെ വരുമ്പോഴേ എന്നോട് ചോദിക്കും മോന്റെ ബൂസ്റ്റ് ഒക്കെ തീർന്നു പോയോന്ന്. അതൊക്കെ വലിയ ഇഷ്ടമുള്ള സാധനം കേട്ടോ. ഇതുണ്ട് ചെറിയ സ്പൂണ് ടിന്നുകളിൽ ഇട്ട് വെക്കുന്നതാണ്. എല്ലാം തുടച്ച് വൃത്തിയാക്കി വെക്ക്. ഇന്ന് തന്നെ ഉച്ചയ്ക്ക് കറി വെക്കണേ? ഉച്ചയ്ക്ക് ഞാൻ ഇച്ചിരി മീൻകറി ഇന്നലത്തെ ഇരിപ്പുണ്ട്. അയലക്കറി ഇരിപ്പുണ്ട്. പിന്നെ 5-6 പയറ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ ഒരു രസവും കൂടെ തട്ടിക്കൂട്ടി ഉണ്ടാക്കാന്നുള്ള കണ്ടീഷനിൽ ഇരിക്കും. ഈ മഴയും പിടിച്ച് ഒരു രസവും ഇല്ലാതിരിക്കുമ്പോഴാണ് രസം വെക്കണം. പപ്പ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞേ ഇച്ചിരി രസം വെക്കുവാണെങ്കിൽ നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് വെക്കാൻ ഒത്തില്ല ഇതുവരെ. എന്നാൽ ഇന്ന് ഇച്ചിരി രസം കൂടെ വെച്ച് മീനും
ആ മീൻകറി ഉണ്ടല്ലോ, എന്നാൽ പയറും കൂടെ ഒരു തോരൻ പോലെ വെക്കാൻ നിർത്തുണ്ടാ. അപ്പോൾ ഇന്നലെയും ഇന്നും രാവിലെ തൊട്ട് മഴയായിരുന്നു കേട്ടോ. മഴക്കാലം തുടങ്ങി, തോരാതുള്ള മഴയാണ്. നമ്മുടെ വഴിയെല്ലാം കുളമായി കിടക്കുവാണ്. പിന്നെ നാളെ നമ്മുടെ മാളക്കുട്ടിയുടെ PT ഉണ്ട്. അപ്പം വീട്ടിലേക്ക് പോകണം. ഇവർ BTക്ക് പോവും. നാളെ ചിലപ്പോൾ കൊച്ചു വരുമായിരിക്കും കേട്ടോ. വരുമോന്ന് അറിയത്തില്ല കേട്ടോ, ഉറപ്പില്ല. അവർ വിട്ടാലേ കൊണ്ടുവരുള്ളൂ. അറിഞ്ഞുകൂടാ എങ്ങനെയാന്ന്. മാളക്കുട്ടിക്ക് ഒരു ബക്കറ്റ് ഒക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു വിളിച്ചപ്പം. കൊച്ചിന് ബക്കറ്റ് ഒരെണ്ണം കൊണ്ടുപോയായിരുന്നു. ഇനിയിപ്പം മഴക്കാലമല്ലേ, നേരത്തെ ആണെങ്കിൽ ചൂടുള്ള സമയമാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഉണങ്ങും. ഇനിയിപ്പോൾ തുണിയൊക്കെ ഉണങ്ങാൻ പാടല്ലേ. ഒരു ബക്കറ്റ് മേടിച്ചുകൊണ്ട് കൊടുക്കണം. മേടിച്ചുകൊണ്ട് കൊടുക്കുവാണെങ്കിൽ അന്നന്ന് ഇടുന്ന അന്നന്ന് കഴിയുവാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങൂലും. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഓർത്താ ഇരിക്കുന്നത്. അപ്പം ഇവിടെ എന്നാ പയറാന്ന് തോന്നുന്നു കറി. പയറൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ പയർ വെള്ളത്തിൽ രാവിലെ എടുത്തിട്ടതാണേ, കുതിർന്ന് വരുന്നതേ ഉള്ളൂ. അടുത്ത വെക്കാൻ പോയ ഒത്തിരി താമസമാണ് വേകാനായിട്ടേ. അതുകൊണ്ട് ഞാൻ കുക്കറിനകത്തോട്ട് വെക്കുവാണ്. 2-3 വിസിൽ അടിപ്പിച്ചാൽ പെട്ടെന്ന് വേകൂലോ. അതെ, ഓർത്ത് എടുത്തിട്ടതാ. പണിയുന്ന ചേട്ടന്മാർക്ക് ചെറിയ കഷ്ണം മുറിച്ചൊക്കെ കൊടുക്കാം. മഴയൊക്കെ ആണെങ്കിലേ പണിയുന്നവർക്കൊരു എന്തെങ്കിലും ദിവസം പഴമൊക്കെ ഉണ്ടായിരുന്നു കൊടുക്കാണ്ട്. ഇന്ന് പഴം തീർന്നു. ചെറുതായിട്ട് മുറിച്ച് അവർക്ക് ഓരോന്നുകൊണ്ട് കൊടുക്കുവാണെങ്കിൽ ഞാനിപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെക്കാത്തതാണ്. അതുകൊണ്ട് തണുപ്പൊന്നുമില്ല, തിന്നാൻ അടിപൊളി സാധനം. ഇനിയിപ്പം മഴക്കാലം ആയതുകൊണ്ട് തണ്ണിമത്തങ്ങയ്ക്കൊക്കെ ചിലവ് കുറവായിരിക്കും, വിലയും കുറയും. വിലയും കുറയും. ആരും അങ്ങനെ മേടിക്കല്ലോ. ഇല്ല, വെയിലായി കഴിഞ്ഞാൽ ഭയങ്കര വില തണ്ണിമത്തന. അതെ, ഫ്രൂട്ട്സ് കിടക്കാർക്കൊക്കെ മഴക്കാലം ശോകം. മഴക്കാലത്ത് വലിയ ഫ്രൂട്ട്സിന് കച്ചവടമില്ല. അതെ. ഇത് ഞാൻ എന്നാലേ നിനക്കുള്ളത് ഇത് വെച്ചിട്ടുണ്ടേ. ഇത് ഞാൻ ചേട്ടന്മാർക്ക് കൊണ്ട് കൊടുത്തിട്ട് വരാം. കൊടുത്തിട്ട് നമ്മുടെ മുറ്റത്ത് ഫുള്ള് ഈയൽ വീണ് കിടക്കും കേട്ടോ. ഈയലിന് ഭയങ്കര ഇതാ. പിന്നെ ചേട്ടന്മാർ പണി നടക്കുന്നതുകൊണ്ടേ പിന്നെ മിറ്റിലും കൊണ്ട് കഴുകിയതുണ്ടോ ഫുള്ള് ചെളിയായിട്ട് കിടക്കും അല്ലേ മേ. നമ്മൾ വഴി നോക്കി നല്ല ഞാറ് നടാൻ ഇളക്കിയിട്ടൊക്കെ ഉണ്ട്. നമ്മളോട് മലപ്പുറത്ത് നിന്ന് ഒരു ആൻറ്റി വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ വീഡിയോയിൽ നമ്മുടെ ഈ വഴി കാണൂല്ലോ എപ്പോഴും. വഴി കാണുമ്പം അവർ എന്നോട് ചോദിച്ചാണ്, നിങ്ങളുടെ പഞ്ചായത്തിലുള്ള ആൾക്കാർ ഈ വഴി കാണുന്നില്ലേ? സാധാരണ പോക്കറ്റ് റോഡുകളൊക്കെ ഈ കോൺക്രീറ്റ് ഇട്ട് കൊടുക്കുമല്ലോ. നാട്ടുപുറത്തോട്ടൊക്കെ അങ്ങനെയല്ലേ, എല്ലാ പോക്കറ്റ് റോഡും കോൺക്രീറ്റ് ഇട്ടാണ് വെച്ചേക്കുന്നത്. ഇത് നിങ്ങളുടെ പഞ്ചായത്തിലുള്ളവർ കാണില്ല, മൊത്തം ചെളിയാണല്ലോ. എന്നിട്ട് അവരെ വിളിച്ചോണ്ട് വന്ന് നിങ്ങൾക്കിതൊന്ന് കാണിച്ചുകൂടെ എന്നൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു. അന്നേരം നമ്മുടെ പഞ്ചായത്തിലുള്ള ആൾക്കാർ വഴിക്ക് ഫണ്ടിട്ട ഇത് റെഡിയാക്കി തരുവാണ്, ഉപകാരമായിരുന്നു. കൊച്ചു പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്നത് ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ 10-20 വീട്ടുകാരുണ്ട് കേട്ടോ. വീട്ടിൽ കുഞ്ഞു പിള്ളേർ പഠിക്കുന്നവരൊക്കെ ഉണ്ട്. എല്ലാവരും ഇലക്ഷൻ വരുമ്പം പറയും നന്നാക്കി തരാമെന്ന് പറയും. ഇലക്ഷൻ കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് കാണാനും ഇല്ല. അതെ അതെ. ഇപ്പം നമ്മൾ റോഡായതുകൊണ്ട് നമുക്ക് ഒരു വീട്ടുകാർക്ക് തന്നെയോ അല്ല 2 വീട്ടുകാർക്ക് തന്നെയോ ഒരു റോഡ് ശരിയാക്കി എടുക്കാൻ പറ്റത്തില്ല. അത് പിന്നെ ഈ റോഡ് ഇങ്ങനെ ആവുമ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് ചേച്ചി പറയാം, നിങ്ങൾ എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ കല്ല് പുറക്കി ഇടുവോ, കട്ടപ്പൊടി വാരി ഇടുവോ, എല്ലാ വർഷവും നിങ്ങളേ ഉള്ളൂ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഈ വഴിയിൽ ഇപ്പം പുറമേ ഉള്ള ആൾക്കാർ ആരെങ്കിലും വരുവാണെങ്കിൽ ഈ വഴി ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ നടക്കാനോ ഒരു വണ്ടി പോകാനോ പറ്റാത്ത അവസ്ഥ കിടക്കുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്തുകാരെ അവർ കുറ്റം പറയുള്ളൂ അല്ലേ. നാട്ടിൻപുറത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാർ അവര് എന്നെ കാണാൻ വന്നവരൊക്കെ പറയാ, ഞങ്ങളൊക്കെ അവിടെ ആയാലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും പഞ്ചായത്താണെങ്കിലും അടിപൊളിയാ, ഇതൊക്കെ എന്താ ഇവിടെ ഇങ്ങനെ ഒരു വികസനം വരാത്ത ഇതുകൊണ്ടാന്നൊക്കെ പറയണേ. നിങ്ങളിത് കണ്ടോണം, എൻ്റെ മറ്റേ റിംഗ് ലൈറ്റേൽ തലവണ കവർ ഉണങ്ങാനിട്ടേക്കുന്നു. നോക്കി, അയ്യോ നോക്കി എൻ്റെ റിംഗ് ലൈറ്റ് ഇത്, അതേ തലവണ കവർ ഉണങ്ങാനിട്ടേക്കുന്നു. മഴയായി കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം അലക്കിക്കൊണ്ട് വന്നത് അത് ഉണങ്ങിയതാ. ഇത് മടക്കി വെക്കാൻ സമയം കിട്ടാത്തതുകൊണ്ടാണേ ഇത് ഉണങ്ങി തരുന്നുണ്ട്. എന്നിട്ട് മുറ്റത്തിട്ടാലേ ഈ തണുപ്പുള്ളതുകൊണ്ട് ഒരു തണുത്ത ഇതാ. എന്നിട്ട് തുണി ഉണങ്ങിയിട്ട് ഒരു ദിവസം നമ്മൾ പരിക്കാത്തോട്ട് ഇടുവാണെങ്കിൽ ആ തണുപ്പങ്ങ് മാറും. എന്നിട്ട് അലമാരിയിലോട്ട് മടക്കി വെച്ചാൽ നല്ല ഇതായിട്ടിരിക്കും. അല്ലെ ചിലപ്പോൾ നമ്മൾ മുറ്റത്ത് നിന്ന് അതേപടി എടുത്തിട്ട് വന്ന് മടക്കി അലമാരി വെച്ചാലുണ്ടോ പൂത്ത വഴി. അതുകൊണ്ട് ഞാൻ ചുമ്മാ പരിക്കാത്തോടൊക്കെ പറക്കി കിട്ടും. അപ്പോൾ ഇതിൻ്റെ അകത്തെല്ലാം തുണി അവിടെ ഇവിടെ എല്ലാം കസാരയിലും എല്ലാം തുണി വിരിച്ചിട്ടേക്കോ കേട്ടോ. അതെല്ലാം പറക്കി അടുക്കി വെക്കുക. എന്നാ വെച്ച് കഴിഞ്ഞാൽ നാളെ കൊച്ചു വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കാണുമ്പോൾ തെറി പറയും. അവിടെ മുറിയല്ലേ എൻ്റെ പൊന്നെ. ഞാൻ ഇന്നലെ ചുരിദാറെല്ലാം കൂടെ കഴുകിട്ടേ ഉണങ്ങിയതെല്ലാം കൂടെ ഇങ്ങോട്ട് എടുത്തിട്ടാ വൈകിട്ടെ. എന്നിട്ട് മടക്കി വെക്കാനായിട്ട് സമയം കിട്ടിയില്ല. അന്നേരം നാളെ എങ്ങാനും അഥവാ വീട്ടിയെ കഴിയുമ്പോഴേ
കൊച്ചിനെ കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞ ഈ മുറിക്കകത്ത് ഇങ്ങനെ ചുരിദാറില്ല അവിടെ ഇവിടെ കിടക്കുന്ന കണ്ടിട്ടുണ്ടേ. അയ്യോ, ഇവിടെ ഭൂകമ്പം ഉണ്ടാകും, ഭൂകമ്പം. അതുകൊണ്ട് ഞാൻ എല്ലാം ചെറുതിനെ പേടിച്ചാട്ടെ ഈ വീട്ടിലുള്ള ഞങ്ങളെല്ലാരും ജീവിക്കണേ. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും ഇളയതല്ലേ, നമ്മൾ കൊഞ്ചിച്ച് വെച്ചേക്കുന്നല്ലേ. അതെ, എന്തായാലും വഴക്കൊക്കെ പറയുമ്പോൾ നമ്മളതൊക്കെ ആസ്വദിക്കും. അല്ലാതെ അങ്ങനെ പറയില്ലെന്നൊന്നും പറയുന്നില്ല കേട്ടോ. എന്നാന്ന് ചോദിച്ചാൽ ഇപ്പം പഠനം കഴിഞ്ഞ് ജോലിക്കൊക്കെ പോയി കഴിഞ്ഞ് ഇപ്പം പൊന്നു പോയിട്ട് എത്ര കാലമായി. അതെ. പൊന്നു നമ്മുടെ വീട്ടിൽ നിന്ന് പഠിക്കാൻ പോയിട്ട് +2 കഴിഞ്ഞപ്പോൾ പോയതാണ്. 10-11 വർഷം മിച്ചമായി ഈ വീട്ടിൽ നിന്ന് പഠനവും മറ്റു ജോലിയൊക്കെ ആയിട്ട് പോകാൻ തുടങ്ങിയിട്ട്. അതുവരെ അവൾ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ എല്ലാവരും ഭരിക്കുമായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഇതുപോലെ ഭരിക്കുമായിരുന്നു, മാളുകുട്ടി ഭരിക്കുന്ന പോലെ ഭരിക്കുമായിരുന്നു. അന്നേരം ഞാൻ പപ്പായോട് പറയും, സാരമില്ല, കണ്ടില്ല കേട്ടില്ല എന്നങ്ങ് വെച്ചേരെ. എന്താണെന്ന് ചോദിച്ചാൽ അവരൊരു ഭരണവും കഴിഞ്ഞ് അവരുടെ ജീവിതമാർഗത്തിലോട്ട് അവർ പോകും. അന്നേരം പിന്നെ നമുക്ക് സങ്കടമല്ലേ. ഇപ്പം അവരുടെ ആ നമ്മളോട് അരിച്ചപ്പെടുകയും അങ്ങനെ ചെയ്യില്ല ഇങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറയുന്ന കേൾക്കാൻ നമുക്ക് കൊതിയാണ്. അന്നേരം ഈ ആവുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോട്ടെ, നമ്മളത് കണ്ടില്ല കേട്ടിട്ട് വെച്ചാൽ മതി. പപ്പ ചേച്ചിയും കൊച്ചിലെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പൊ റിപ്പീറ്റ് പപ്പ അതേപടി പറയും കേട്ടോ. അതേ പറയും. മാളുകുട്ടി എപ്പോഴും പറയായിരുന്നേ, ഈ കുഞ്ഞായിരുന്ന സമയത്തുണ്ടല്ലോ, ഒരു അംഗൻവാടിയിലൊക്കെ പഠിക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ എടുക്കുമ്പോൾ കുരുത്തക്കേട് കാണിക്കുമ്പോൾ ഞാനോ പപ്പായെ വഴക്ക് പറയുമ്പോഴേ ഇവിടെ എപ്പോഴും ഒരു മൂലയിലോട്ട് എവിടെയെങ്കിലും പോയിരുന്ന് കരയുമ്പോഴത്തേക്കും പപ്പ ഇങ്ങനെ തോണ്ടിക്കൊണ്ട് തരുവേ. എന്നാ കൊച്ചു കരയുന്നേ, എന്നാ പറ്റി, അമ്മ വഴക്ക് പറഞ്ഞോ. അന്നും ഇന്നും എല്ലാം എല്ലാവരും വഴക്ക് പറയുന്നത് ഞാൻ തന്നെ കേട്ടോ. പപ്പ എപ്പോഴും പിള്ളേരെ സോപ്പിട്ട് നിൽക്കാൻ പപ്പായ്ക്ക് നല്ല ഇതാണേ. ഞാനേ എപ്പോഴും വഴക്ക് പറയുള്ളൂ. അന്നേരം എന്നാ കൊച്ചു കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ കൊച്ചിങ്ങനെ പപ്പായ ഇങ്ങനെ ഒരു തള്ളിച്ചുണ്ട്, തള്ളി അങ്ങ് മാറ്റി വിട്ടിട്ട് അങ്ങോട്ടൊന്ന് മാറി പൊക്കേ, ഞാനിവിടെ ചൊത്തമായിട്ട് ഇരുന്നൊന്ന് കരയട്ടെ. അങ്ങനെ മാളുകുട്ടി എപ്പോഴും പറയാറുണ്ട്. പപ്പ ഇപ്പം അത് പറഞ്ഞോണ്ടാണ് റിപ്പീറ്റ് പറയും. അതെ, മാളുകുട്ടിയുടെ പാവക്കുട്ടിയൊക്കെ ഇതിൻ്റെ കട്ടിലൊക്കെ നല്ല വൃത്തിയായിട്ട് ബ്ലാങ്കറ്റ് എല്ലാം മടക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഈ തുണി മാത്രം ഒന്ന് പറക്കി അടുക്കി വെച്ചാൽ മതിയല്ലേ മേ? തുണി മാത്രമൊന്നും ഇതെല്ലാം തേച്ച് വെക്കണമെന്നുണ്ട്. എല്ലാം തേച്ച് വെറുക്കിയിട്ട് അങ്ങനെയൊക്കെ ഇരിക്കും നമ്മുടെ വീട്ടിലെ മഴക്കാല വിശേഷങ്ങളാണ് ഈ കാണുന്നതൊക്കെ. അപ്പം ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ഇത്രയുള്ളതെന്നെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അടിച്ചു വിട്ട്.